40,000 രൂപയ്ക്ക് ലോൺ എടുക്കുന്ന ഒരാൾക്ക് കൈ കിട്ടുന്നത് 36,000 37,000 രൂപയായിരിക്കും. പക്ഷേ അയാൾ 40,000 രൂപയുടെ പലിശയാണ് അടയ്ക്കേണ്ടത്. ഇതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന പൈസ ഇതെന്താണ്? ഹിഡൻ ചാർജസ് ആണോ? അല്ല, സ്റ്റാൻഡേർഡ് ചാർജസ് ആണ്. പക്ഷെ പലർക്കും അത് അറിയില്ല. ഈ വീഡിയോയിലൂടെ അത് എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രോസസിംഗ് ഫീസ്. ഒട്ടുമിക്ക എല്ലാ ലോണുകൾക്കും പ്രോസസിംഗ് ഫീസ് ഉണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ, ഒരു ലോണിന് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് മുതൽ ലോൺ എമൗണ്ട് കയ്യിൽ കിട്ടുന്നിടം വരെ നിങ്ങളുടെ ലെൻഡർ ഏതാണോ, നിങ്ങൾക്ക് പണം തരുന്നത് ആരാണോ, അവർക്ക് പ്രോപ്പർ ആയിട്ട് ഒരു സിസ്റ്റം ഫോളോ ചെയ്യേണ്ടതുണ്ട്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ, ആദ്യത്തെ സ്റ്റേജിൽ നിങ്ങളുടെ ലോൺ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്യുന്നു. ഇത് ഓൺലൈൻ ആയിട്ടോ ഓഫ്ലൈൻ ആയിട്ടോ റിസീവ് ചെയ്യുന്നു. പിന്നീട് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ നോക്കുന്നു. അടുത്തതായിട്ട് വരുന്ന സ്റ്റെപ്പ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്. ID പ്രൂഫ്, ഇൻകം പ്രൂഫ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ഇതെല്ലാം വെരിഫൈ ചെയ്യുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. ഒട്ടുമിക്ക എല്ലാ ഹോം ലോണുകൾക്കും ഈ ഒരു ചാർജ് സെപ്പറേറ്റ് ആയിരിക്കും, പ്രോസസിംഗ് ഫീസ്. ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ലോൺ സാങ്ഷൻ ചെയ്യുകയും പിന്നെ എഗ്രിമെന്റ് സൈൻ ചെയ്ത് ലോൺ നിങ്ങളുടെ അക്കൗണ്ടിൽ ലഭിക്കുകയും ചെയ്യും. ഈ ഒരു പ്രോസസ്സ് മൊത്തം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ലോൺ തരുന്ന ആളുകൾക്ക് സേർട്ടൺ ടൈം, ഈ ഒരു സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിനും സേർട്ടൺ കോസ്റ്റ് ഈ ഒരു സിസ്റ്റത്തിന്റെ മണ്ടയ്ക്ക് ഡിപ്ലോയ് ചെയ്യേണ്ടി വരും. ഇതിനെല്ലാം കൂടിയാണ് പ്രോസസിംഗ് ഫീസ് ഈടാക്കുന്നത്. മറ്റൊരു ചോദ്യം നിങ്ങൾക്ക് വന്നേക്കാം, പ്രോസസിംഗ് ഫീസിന്റെ മണ്ടയ്ക്ക് GST ഈടാക്കുമോ എന്ന്. ഉറപ്പായിട്ടും ഈടാക്കും. ഇറ്റ്സ് മീ മിഥുൻ. ബൈ.